Okay, welcome. This is Dison Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭാരതദാസൻ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പറിലെ ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. വിക്ടോറിയൻ ഏജ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു സുവർണ്ണ കാലഘട്ടമാണ്, ഒരു ഗോൾഡൻ ഏജ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടം 1837 മുതൽ 1890 വരെയുള്ള കാലഘട്ടമാണ് ക്വീൻ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടമാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജാണ്. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഏറ്റവും കൂടുതൽ സാംസ്കാരിക രംഗത്തൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ക്വീൻ വിക്ടോറിയയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീരിയഡ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് ഓൾ ഡയറക്ഷൻ. ഒരു സൊസൈറ്റിയുടെ എല്ലാ ഡയറക്ഷനിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലഘട്ടമായിരുന്നു ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും ഒരുപോലെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ് ക്വീൻ വിക്ടോറിയയുടെ ഏജ് എന്ന് പറയുന്നത്. അതിപ്പോൾ എക്കണോമിക്കൽ രംഗത്താവട്ടെ, സോഷ്യൽ രംഗത്താവട്ടെ, ഇൻ്റലക്ച്വൽ ആവട്ടെ, എല്ലാ രംഗത്തും, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, സാംസ്കാരിക രംഗത്താണെന്നുണ്ടെങ്കിലും എല്ലാ രംഗത്തും ഒരുപോലെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ക്വീൻ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും ഒരു പ്രോസ്പെരിറ്റി, ഒരു സമ്പന്നത നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ക്വീൻ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. എല്ലാ തലത്തിലും ഒരു സമ്പന്നത നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ക്വീൻ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് ഒരു പരിധിവരെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഒരു കാരണമായി എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ഇപ്പോൾ ഒരു യുദ്ധമൊന്നുമില്ലാതെ ടോട്ടൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ആ സമയത്ത് വിക്ടോറിയൻ എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഒരു വാറോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്ട്സുകളോ ഒന്നും ഇല്ലാതെ ടോട്ടൽ ഒരു സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കംപ്ലീറ്റ് ഡെവലപ്മെൻ്റ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എല്ലാ മേഖലകളിലും കേട്ടോ. ഇപ്പോൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ എക്കണോമിക്കലാവട്ടെ, കലാരംഗത്താവട്ടെ, എല്ലാ മേഖലകളിലും ഒരുപോലെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ക്വീൻ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രീ ട്രേഡ് കൺട്രി ആയിട്ട് ഇംഗ്ലണ്ട് മാറുന്നത് വിക്ടോറിയൻ ഏജിലാണ്. ഒരു ഫ്രീ ട്രേഡ് കൺട്രി ആയിട്ട് ഇംഗ്ലണ്ട് മാറുന്നത് എപ്പോഴാണ്? വിക്ടോറിയൻ ഏജിലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്വീൻ വിക്ടോറിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ലേഡിയാണ്. കാരണം അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ, വ്യക്തമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ് ക്വീൻ വിക്ടോറിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല റൂളറായിരുന്നു, നല്ല ഭരണാധികാരി ആയിരുന്നു ക്വീൻ വിക്ടോറിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമാധാനത്തിൻ്റെയും ഒരു ഡെവലപ്മെൻറ്റിൻ്റെയും ഒരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്ന് പറയുന്നു. പിന്നെന്താണ്? എല്ലാവരും ഒരു ഹൈ സ്റ്റാൻഡേർഡ് ലൈഫ് കൊണ്ടുപോകണം, എല്ലാവർക്കും ഒരു ഹൈ സ്റ്റാൻഡേർഡ് ലൈഫ് ഉണ്ടാവണമെന്ന് പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ക്വീൻ വിക്ടോറിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കാലഘട്ടം ഒരു സുവർണ്ണ കാലഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അവരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് നമ്മുടെ ഷേക്സ്പിയറൊക്കെ വരുന്നത്. ഷേക്സ്പിയറൊക്കെ വിക്ടോറിയൻ ഏജിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എത്രത്തോളം ഒരു ഡെവലപ്മെൻറ്റ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ റെയിൽവേ കൊണ്ടുവന്നത് വിക്ടോറിയൻ ഏജിലാണ്. അതുപോലെ തന്നെ പെന്നി പോസ്റ്റേജുകളൊക്കെ കൊണ്ടുവന്നത് വിക്ടോറിയൻ ഏജിലാണ്. അപ്പോൾ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലണ്ടിലെ ഒരു സുവർണ്ണ കാലഘട്ടം. എല്ലാ മേഖലകളിലും വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും, ഇപ്പോൾ എക്കണോമിക്കലാണെങ്കിലും സോഷ്യലാണെങ്കിലും അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ആണെന്നുണ്ടെങ്കിലും എല്ലാ മേഖലകളിലും ഒരു പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. വിക്ടോറിയൻ ഏജിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെന്ന് പറയുന്നത് ഷേക്സ്പിയർ ആണ്. അതുപോലെ തന്നെ റെയിൽവേ വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്, പോസ്റ്റേജുകൾ വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഒരു പരിധിവരെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറൊന്നുമില്ല, യുദ്ധങ്ങളൊന്നുമില്ല, ഒരു തരത്തിലുള്ള കോൺഫ്ലിക്ട്സുകളൊന്നുമില്ലാതെ ഒരു സുവർണ്ണമായിട്ടുള്ള ഒരു കാലഘട്ടം, ഒരു സമാധാനത്തിൻ്റെയും ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഒരു കാലഘട്ടമായി
വിക്ടോറിയൻ ഏജിനെ കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.